ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ശ്ലോകം 7. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതിപ്രഭേദൈ ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു രമ്യക വർഷത്തിന്റെ, രമ്യകം എന്ന ഭൂഖണ്ഡത്തിന്റെ തൊട്ടു വടക്കു ഭാഗത്തുള്ള ഹിരൺമയം എന്നു പേരുള്ള ആ ഭൂഖണ്ഡത്തില് മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ ആ ആമയുടെ ശരീരമുള്ള, ആമയുടെ ആ ആകൃതിയുള്ള ശരീരമുള്ള ആ ഭഗവാനെ പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ഐദ്യമാവ് നന്നായിട്ട് പൂജിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു എന്ന് ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്. കിംച ഉത്തരേഷു, കിംച എന്ന് മാത്രമല്ല, ഉത്തരേഷു, ഉത്തര കുരു ഭൂഖണ്ഡത്തില് ഹിരൺമയത്തിന്റെയും വടക്ക് ഭാഗത്തുള്ള, ഉത്തരദിക്കിലുള്ള വടക്ക് ഭാഗത്തുള്ള ആ ഭൂഖണ്ഡത്തില് കുരുഷു, ഉത്തര കുരു ഭൂഖണ്ഡത്തില് പ്രിയയാ ധരണ്യ, പ്രിയയായ ധരണ്യ ഭൂമിദേവി, ഭൂമിദേവിയാൽ മഹിത വിശേഷപ്പെട്ട മന്ത്രനുതി, നാനാ മന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടും, പലതരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള സ്തുതികൾ കൊണ്ടും പ്രഭേദൈ, ആ പലതരത്തിലുള്ള മന്ത്രങ്ങളും പലതരത്തിലുള്ള സ്തുതികളും കൊണ്ട് സംസേവിത, നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും. ഇവിടെ ഹിരൺമയത്തിന്റെയും വടക്കുഭാഗത്തുള്ള ഉത്തരകുരു ഭൂഖണ്ഡം, ആ ഉത്തരകുരു ഭൂഖണ്ഡത്തില് ഇവിടെ ഭൂമിദേവി, ഭഗവാന്റെ പ്രിയയായിട്ടുള്ള ഭൂമിദേവി വിശേഷപ്പെട്ട പലതരത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള സ്തോത്രങ്ങൾ കൊണ്ടും നന്നായിട്ട് സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ആരെയാണ് സേവിക്കുന്നത്? എങ്ങനെയുള്ള ഭഗവാനെയാണ് സേവിക്കുന്നത്? ദംഷ്ട്ര അഗ്ര, ദംഷ്ട്ര എന്ന് പറഞ്ഞ തേറ്റ, ആ തേറ്റകളുടെ അഗ്രം, അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം, ആ അറ്റം കൊണ്ട് ഹൃഷ്ട ഘന പൃഷ്ട, ഇവിടെ ആ അറ്റം കൊണ്ട് ദംഷ്ട്രാഗ്ര ഹൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ട വർഷ്മ, ഘനം മേഘങ്ങൾ, ആ മേഘങ്ങളെ ചെന്ന് ഉരുമ്മിയ, മേഘങ്ങളുടെ പുറത്ത് ചെന്ന് ഉരുമ്മിയ ആ തേറ്റകള് മേഘങ്ങളെ തൊട്ടുരുമ്മി. അത്ര വലിപ്പമായിരുന്നു ഭഗവാന്റെ ഈ അവതാരത്തിന്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗരിഷ്ഠ വർഷ്മ, വലിയ ശരീരമുള്ളവനുമായ ത്വം, അവിടുന്ന് അത്രയും വലിയ ശരീരമുള്ളവനായ ആ ദംഷ്ട്രയുടെ അറ്റം, തേറ്റയുടെ അറ്റം മേഘങ്ങളെ തൊട്ടുരുമുന്നു, മേഘങ്ങളുടെ പുറത്ത് ഉരുമുന്ന അത്രയും വലിപ്പമുള്ള ആ ശരീരത്തോടു കൂടിയ ആ അവിടുന്ന് വിജ്ഞനുത യജ്ഞവരാഹമൂർത്തി, വിജ്ഞനുത, വിജ്ഞന്മാര്, ഇവിടെ അറിവുള്ളവര്, അറിവുള്ളവരാൽ, ജ്ഞാനികളാൽ നുത സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തി, യജ്ഞവരാഹമൂർത്തിയായിട്ട് യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായിട്ട് വർണ്ണിച്ച് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ അറിവുള്ളവര്, അങ്ങനെ ആ അറിവുള്ളവരാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തിയായ ആ ഭഗവാനെ, അങ്ങനെ സ്തുതിക്കപ്പെട്ട ആ ഭഗവാനെ പാഹി, രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ഹിരൺമയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഉത്തരകുരു ഭൂഖണ്ഡത്തില് ഭൂമിദേവി വിശേഷപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ടും സ്തുതികൾ കൊണ്ടും നന്നായിട്ട് പൂജിക്കുന്നവന്, അതുപോലെ
ആകാശം മുട്ടുന്ന അത്രയും വലിപ്പമുള്ള ശരീരത്തോടു കൂടിയവനുമായ അറിവുള്ളവരാൽ ഇവിടെ യജ്ഞവരാഹമൂർത്തിയായിട്ട് സ്തുതിക്കുന്ന ആ ഭഗവാനെ, വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, ഗുരുവായൂരപ്പ അവിടുന്ന് രക്ഷിക്കണമേ. നമ്മൾക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.